തിരുവനന്തപുരത്ത് ഗുരുമന്ദിരത്തിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ അക്രമം. വെള്ളറട കരിക്കാമൻകോട് 2943 നമ്പർ ശാഖാ മന്ദിരത്തിന് നേരെയാണ് ബൈക്കിലെത്തിയ സംഘം ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. സംഭവത്തെ പ്രതിഷേധിച്ച് നെയ്യാറ്റിൻകര SNDP യൂണിയൻ പ്രകടനം നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, ആക്രമണത്തിന് പിന്നിൽ ആരാണ്? ഈ സാമൂഹ്യ വിരുദ്ധർ ആരാണ്? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു നെയ്യാറ്റിൻകര വെള്ളറട കരിക്കാമൻകോട് 2943 നമ്പർ SNDP ശാഖയ്ക്ക് നേരെ അക്രമം ഉണ്ടാകുന്നത്. ബൈക്കിലെത്തിയ സംഘമാണ് അക്രമം നടത്തിയത് എന്നതാണ് ആ സംഭവത്തിലെ ദൃക്സാക്ഷികൾ പറയുന്നത്. ബൈക്കിലെത്തിയ 10 അംഗ സംഘമായിരുന്നു ആ അക്രമത്തിന് നേതൃത്വം നൽകിയത്. ആ അക്രമികളുടെ 2 ബൈക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ബൈക്കുകൾ അവർക്ക് പിടിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതടക്കം പോലീസിൽ പരാതി കൊടുത്തിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നത് ആക്ഷേപിച്ചായിരുന്നു ഇപ്പോൾ പ്രകടനം നടത്തിയത്. SNDP നെയ്യാറ്റിൻകര യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം നടത്തിയത്. എന്തായാലും വലിയ വ്യാപകമായ പ്രതിഷേധമാണ് SNDP മന്ദിരത്തിന് നേരെയുണ്ട അക്രമത്തിൽ ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ സംഭവത്തിൽ മന്ദിരത്തിന്റെ ജനാല ചില്ലുകളും അടക്കമുള്ളവയ്ക്കാണ് അക്രമത്തിൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഗുരുമന്ദിരത്തിന് സമീപമുള്ള ഓഫീസ് കെട്ടിടമാണ് പൂർണ്ണമായും ഈ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത്. എന്തായാലും അതിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് ഗുരുമന്ദിരത്തിന് നേരെ നടന്ന അക്രമത്തിൽ. നമ്പ്യാർ, അഖിൽ, CCTV ദൃശ്യങ്ങൾ വല്ലതും ലഭിച്ചിട്ടുണ്ടോ? അക്രമികൾ ആരാണ് എന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല, അവിടെ നേരത്തെ സംഘർഷം വല്ലതും നിലനിന്നിരുന്നോ? നമ്പ്യാർ, നിലവിൽ സംഘർഷമൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് ഈ കരിക്കാമൻകോട് എന്ന് പറയുന്നത്. തന്നെ വലിയ സംഘർഷങ്ങളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്ന ഒരു പ്രദേശമല്ല ഈ കരിക്കാമൻകോട് എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ സാമുദായികമായ ഒരു വേർതിരിവ് പോലും ഇല്ല. അവിടെയെല്ലാം സഹവർത്തിത്വത്തോടു കൂടി നടന്നു പോകുന്ന ഒരു സുന്ദരമായ നാടാണ് ഈ കരിക്കാമൻകോട് എന്ന് പറയുന്നത് തന്നെ. അവിടെ ആണ് ഇത്തരത്തിലൊരു അക്രമം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലഹരി മാഫിയയുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത്, അതായത് ഇത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ചില സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിൽ നടന്ന അക്രമം എന്ന് തന്നെയാണ് പൂർണ്ണമായും ശാഖാ നേതൃത്വവും അതുപോലെ തന്നെ യൂണിയൻ നേതൃത്വവും ഒക്കെ പറയുന്നത്. കാരണം ഒരു 10 ബൈക്കിലായിട്ടാണ് അവിടെ അക്രമികൾ എത്തുന്നത്. ആ ബൈക്കിലെത്തുന്നതിൽ 2 ബൈക്കുകൾ ഈ ആളുകൾ ഓടിക്കൂടുന്നതിനിടയിൽ ഉപേക്ഷിച്ചിട്ടാണ് കടന്നു കളഞ്ഞത്. ആ ബൈക്കുകളൊക്കെ തന്നെ ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ CCTV ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികളുടെ ആ ബൈക്കുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിനെ അറസ്റ്റ് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തന്നെ സാധിക്കുമായിരുന്നു. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴും യൂണിയൻ ആരോപിക്കുന്നതും അതുപോലെ തന്നെ ശാഖാ നേതൃത്വം ആരോപിക്കുന്നതും. ഇതിൽ വലിയ പ്രതിഷേധം യൂണിയനും അതുപോലെ തന്നെ ശാഖാ നേതൃത്വത്തിനുമുണ്ട്. അതിൽ പ്രതിഷേധിച്ചാണ് അല്പസമയം മുമ്പ് ഒരു പ്രതിഷേധ പ്രകടനം ജംഗ്ഷനിൽ മുള്ളലുവിള എന്ന് പറയുന്ന വെള്ളറടയ്ക്ക് സമീപമുള്ള മുള്ളലുവിള എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത്. ആ ജംഗ്ഷനിൽ ആ പൊതുസമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ പ്രതിഷേധ പ്രകടനത്തിൽ യൂണിയന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ആവണി ശ്രീകണ്ഠൻ അതുപോലെ തന്നെ യൂണിയന്റെ മറ്റു ഭാരവാഹികൾ, ശാഖാ പ്രസിഡന്റ് ബൈജു അടക്കമുള്ളവർ സംസാരിച്ചിരുന്നു. കരിക്കാമൻകോട് വാർഡ് മെമ്പർ അഖില മനോജ് ആ സമ്മേളനത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാടിന്റെ നാനാഭാഗത്ത് നിന്നുള്ള ജാതിമത വർഗവർണ്ണങ്ങൾക്കെല്ലാം വ്യത്യാസങ്ങളില്ലാതെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും SNDP ശാഖാ മന്ദിരത്തെ സംബന്ധിച്ചിടത്തോളം കരിക്കാമൻകോട് SNDP ശാഖാ മന്ദിരം അത് പൊതുവിൽ എല്ലാവരുമായി സഹകരണത്തോടെ പോകുന്ന ജാതിമത ങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സമവായത്തിൽ പോകുന്ന ഒരു ശാഖാ മന്ദിരമാണ്. അതുകൊണ്ട് തന്നെ അതിനു നേരെ ഉണ്ടായിട്ടുള്ള ഈ അക്രമത്തിൽ വലിയ പ്രതിഷേധം നാട്ടുകാർക്കുമുണ്ട്. അനിൽ നമ്പ്യാർ. നന്ദി അഖിൽ. തിരുവനന്തപുരത്ത് ഗുരുമന്ദിരത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. വെള്ളറട കരിക്കാമൻകോട് 2943 നമ്പർ ശാഖാ മന്ദിരത്തിന് നേരെയാണ് ബൈക്കിലെത്തിയ സംഘം അക്രമം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നെയ്യാറ്റിൻകര SNDP യൂണിയൻ പ്രകടനം നടത്തി. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.